പ്രണവ് പറഞ്ഞതുപോലെ തന്നെ എന്നെ ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവർ എന്നെ നടന്നു പോകുമ്പോൾ തെറി പുറകേന്ന് പറഞ്ഞ് ഞാൻ ലാസ്റ്റ് ഓടി പോവാണ് ചെയ്തത്. ഈ CPM-കാരിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊരു നിമിഷമാണ്. ആദ്യമായിട്ടാണ് സർവേ ചെയ്യുന്നത്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എല്ലാ മണ്ഡലങ്ങളിലും പോകാനായിട്ട് പറ്റി, എല്ലാവരുമായിട്ട് ഇടപഴകാൻ പറ്റി. പക്ഷേ 100-ൽ 90% പേരും നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഷാജൻ സാറിൻ്റെ കുറേ ഫാൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്ത്രീകളായിരുന്നു, അവരൊക്കെ നന്നായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. എത്രയോ ആൾക്കാർ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് പോലും ഒരുപാട് ആൾക്കാർക്ക് മറുനാടൻ മലയാളിയെ CPM-കാർക്കും ഒക്കെ ഇഷ്ടമാണെന്ന് അറിയുന്നതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ടായത്. പാലക്കാടിലേക്ക് അത്രയും വെയിലായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ 7:30 തുടങ്ങി രാത്രി 8:30 വരെ സർവേ ചെയ്യുമായിരുന്നു. മറുനാടൻ മലയാളിയെ പല ആൾക്കാരും അറിയത്തില്ല എന്നൊക്കെ നമുക്ക് അങ്ങനെ എല്ലാവരും അറിയണമെന്നൊന്നും ഇല്ല എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോഴൊക്കെ എത്രയോ ആൾക്കാരാണെന്നറിയുമോ, അത് അറിയാവുന്ന ആൾക്കാർ വന്ന് 5% പേരാണ് നല്ല രീതിയിൽ ചീത്ത പറഞ്ഞത്. അത് നമ്മളൊരു സർവേ ആണെന്ന് പറഞ്ഞ ഒരു ആട്ടി ഓടിക്കുന്ന രീതിയിൽ ഫീൽ ചെയ്തു. അത് കുറച്ചൊക്കെ വിഷമം ഉണ്ടാക്കിയെങ്കിലും നമ്മുടെ ജോലിയല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അവരോട് ചിരിച്ചിട്ട് തന്നെ പെരുമാറി. കുറച്ച് ആൾക്കാർ അത്ര സഹകരിക്കാത്ത തോന്നിയത് തൃശ്ശൂർ, ഗുരുവായൂരൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ കുറച്ചൊന്ന് അതിനോടൊരു വിമുഖത കാണിക്കുന്നത് പോലെ തോന്നി തൃശ്ശൂരുകാർ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് ഭയങ്കര ചൂടായിരുന്നു. ആ ചൂടത്ത് വളരെയധികം നമ്മൾ കഷ്ടപ്പെട്ടില്ല. നമ്മളെല്ലാവരും 4 പേരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സർവേ എടുത്തത്. പിന്നെ ഭയങ്കര രസകരമായ അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രണവൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതോ പള്ളിയിൽ പോയി അവസാനം നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാലൊക്കെ പൊട്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് കാലിലിട്ടിട്ടൊക്കെയുള്ള നടപ്പ്. ഏതെങ്കിലും ചാനൽസിൻ്റെ ഒരു സർവേക്ക് ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് മറുനാടൻ്റെ ഒരു സർവേ എന്നാണ് പറഞ്ഞത്. സാധാരണക്കാരുൾപ്പെടെ ഉള്ളവർ മറുനാടൻ മലയാളി കാണുന്നുണ്ട്, അതിലെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അത് വിലയിരുത്തുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ താഴേക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുന്നത്. നമസ്കാരം. മറുനാടൻ മലയാളിയുടെ 2026 ഇലക്ഷൻ സർവേക്ക് പാലക്കാട്, തൃശ്ശൂർ ജില്ലകളാണ് ഞാൻ ഉൾപ്പെടുന്ന ടീം കവർ ചെയ്തത്. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ചീഫ് ക്യാമറമാൻ ദിലീപ്, ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് വിഭാഗം ആങ്കർ ബിൻഷ മോഹൻദാസ്, ഞങ്ങളുടെ വീഡിയോ എഡിറ്റർ പ്രണവ് എസ് പ്രകാശ് എന്നിവരായിരുന്നു. ഇതിൽ പ്രണവും ബിൻഷയും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സർവേക്ക് ഇറങ്ങുന്നത്. ആദ്യം നമുക്ക് അവരുടെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. പ്രണവ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അനുഭവം? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പെർസെൻറ്റ് ഓഫ് ആൾക്കാരും അത് സപ്പോർട്ട് ചെയ്തായിരുന്നു. ഒരു 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ റെസ്പോൺസ് ഒന്നും ചെയ്യാത്തത്. എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. CPM-ൻ്റെ മണ്ഡലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ പോയപ്പോൾ ആട്ടി ഓടിപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവർ പറഞ്ഞത്? ഇതേപോലെ മറുനാടൻ മലയാളിയിൽ താല്പര്യമില്ല, പൊക്കോ എന്നൊക്കെ പറഞ്ഞ് കുറേ തെറിയൊക്കെ പറഞ്ഞു. ബിൻഷി ചേച്ചിയൊക്കെ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിച്ചത്? നമ്മളെന്ത് പറയാ, ഒന്നും പറയില്ല, കേൾക്കുക, അങ്ങ് നടന്നു പോവുക. നമ്മൾ ഈ ആളുകളോട് ചോദിക്കുമ്പം അവർ കൃത്യമായിട്ട് അവരുടെ ചില അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. പറയാറുണ്ടായിരുന്നു. അതല്ലേ ഒരു 90% ആൾക്കാരും സപ്പോർട്ട് ഇത് എന്ത് പറയാ, നമ്മുടെ വോട്ടിങ്ങിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും നന്നായിട്ട് സഹകരിച്ച ഏത് ജില്ലയിലായിരുന്നു? തൃത്താല പോയപ്പം അവിടുത്തെ ആൾക്കാർ നല്ല, അവിടുത്തെ മണ്ഡലം എല്ലാവരും അടിപൊളിയായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ബിൻഷ ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു വോട്ടിങ്ങിനായിട്ട് ഇറങ്ങുന്നത്. എങ്ങനെയുണ്ടായത് എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് സർവേ ചെയ്യുന്നത്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എല്ലാ മണ്ഡലങ്ങളിലും പോകാനായിട്ട് പറ്റി, എല്ലാവരുമായിട്ട് ഇടപഴകാൻ പറ്റി. ഓരോ നമ്മൾ ഒരു നഗരപ്രദേശങ്ങളിൽ നിന്ന് മാറി നമ്മൾ ഗ്രാമീണ മേഖലയിലെ ആൾക്കാരുടെ മനസ്സൊക്കെ അറിയാൻ പറ്റി. ഈ പ്രണവ് പറഞ്ഞതുപോലെ തന്നെ എന്നെ ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവർ എന്നെ നടന്നു പോകുമ്പോൾ തെറി പുറകേന്ന് പറഞ്ഞ് ഞാൻ ലാസ്റ്റ് ഓടി പോവാണ് ചെയ്തത്. നാട്ടികയാണോ? നാട്ടികയിലല്ലാന്ന് തോന്നുന്നു. ലാസ്റ്റ് പോയൊരു മണ്ഡലമാണ്. മണ്ണാർക്കാട് നല്ലതായിരുന്നു. നമ്മൾ പാലക്കാട് ഒരു മണ്ഡലത്തിൽ തന്നെയാണ്, പെട്ടെന്ന് പേര് വിട്ടുപോയി. പക്ഷേ 100-ൽ 90% പേരും നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. മറുനാടൻ മലയാളിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഷാജൻ സാറിൻ്റെ കുറേ ഫാൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്ത്രീകളായിരുന്നു, അവരൊക്കെ നന്നായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഉപചോദ്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവരൊക്കെ പ്രായഭേദമന്യേ 18 വയസ്സായ ആൾക്കാർ മുതൽ അത് ടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു. 5% പേരാണ് നല്ല രീതിയിൽ ചീത്ത പറഞ്ഞത്. അത് നമ്മളൊരു സർവേ ആണെന്ന് പറഞ്ഞാൽ ഒരു ആട്ടി ഓടിക്കുന്ന രീതിയിൽ ഫീൽ ചെയ്തു. അത് കുറച്ചൊക്കെ വിഷമം ഉണ്ടാക്കിയെങ്കിലും നമ്മുടെ ജോലിയല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അവരോട് ചിരിച്ചിട്ട് തന്നെ പെരുമാറി. ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് തെരഞ്ഞു പിടിച്ച് നമ്മളിത് കൊടുത്തത്?
18 വയസ്സ് മുതൽ തന്നെ ഉള്ളവരിലേക്ക് കൊടുത്തായിരുന്നു. കൂടുതൽ ആൾക്കാർ പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രതികരിക്കുന്നത് യുവാക്കളെക്കാളും കൂടുതൽ ഒരു മധ്യവയസ്കരാണ് കൂടുതൽ രാഷ്ട്രീയമായിട്ട് ബോധമുള്ളവർ എന്ന് എനിക്ക് തോന്നി. കാരണം അത് ഫില്ല് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും ചോദിച്ചു വാങ്ങിക്കുമായിരുന്നു. ഒരാൾക്ക് കൊടുക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അതൊന്ന് തരാമോ എന്ന് ചോദിച്ചിട്ട് അവർ നന്നായിട്ട് പഠിച്ച് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടാണ് ഓരോ ചോദ്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യുക. അല്ലാണ്ട് വെറുതെ ഒന്ന് ചാടിക്കേറി ഇടുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രണവ് പറഞ്ഞ പോലെ തന്നെ തൃത്താലയിലെ മനുഷ്യർ നല്ല മനുഷ്യരായിരുന്നു. വി ടി ബൽറാമിൻ്റെ ഫാൻസാണ് അവിടെ കൂടുതലുള്ളത്. MP രാജേഷ്, വി ടി ബൽറാം തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നത്. തൃത്താലയിലെ ജനങ്ങൾ പക്ഷേ നല്ല മനുഷ്യരായിരുന്നു. കൂടുതൽ എനിക്ക് കുറച്ച് ആൾക്കാർ അത്ര സഹകരിക്കാത്ത തോന്നിയത് തൃശ്ശൂർ, ഗുരുവായൂരൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ കുറച്ചൊന്ന് അതിനോടൊരു വിമുഖത കാണിക്കുന്നത് പോലെ തോന്നി തൃശ്ശൂരുകാർ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് പാലക്കാടിലേക്ക് അത്രയും വെയിലായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ 7:30 തുടങ്ങി രാത്രി 8:30 വരെ സർവേ ചെയ്യുമായിരുന്നു. രാപ്പകലില്ലാതെ എന്ന് പറഞ്ഞ പോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും സാമ്പിളുകൾ കളക്ട് ചെയ്തത്. അതിലൊരു കുറേ ഒരു 500 പേരോട് ചോദിച്ചാലായിരിക്കും ചിലപ്പം ഒരു 200-300 പേര് ഓക്കെ പറയാം. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ബിൻഷയും പ്രണവും ഒക്കെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സർവേക്ക് എത്തുന്നത്. പിന്നെ ഞങ്ങളുടെ ചീഫ് ക്യാമറാമാൻ ദിലീപുണ്ട്. ദിലീപ് ഞങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷം നിരവധി തവണ ഇത്തരത്തിൽ ഈ ഒരു സർവേക്ക് എത്തിയിട്ടുണ്ട്. ദിലീപിൻ്റെ അനുഭവം കൂടി ചോദിക്കാം. ദിലീപ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ്? നേരത്തെയും നമ്മൾ എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ ഈ പോയ മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല രസമായിരുന്നു സംഭവം. ഒരു 2-3 ദിവസം നമ്മൾ കടന്നുപോയത് അറിഞ്ഞില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് ഭയങ്കര ചൂടായിരുന്നു. ആ ചൂടത്ത് വളരെയധികം നമ്മൾ കഷ്ടപ്പെട്ടില്ല. നമ്മളെല്ലാവരും 4 പേരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സർവേ എടുത്തത്. ആളുകളുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് നല്ല റെസ്പോൺസ് അല്ലേ. ആളുകളൊക്കെ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറയുമ്പം കേരളത്തിൻ്റെ അങ്ങ് അറ്റവും ഒക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മറുനാടൻ മലയാളിയെ പല ആൾക്കാരും അറിയത്തില്ല എന്നൊക്കെ നമുക്ക് അങ്ങനെ എല്ലാവരും അറിയണമെന്നൊന്നും ഇല്ല എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോഴൊക്കെ എത്രയോ ആൾക്കാരാണെന്നറിയുമോ, അത് അറിയാവുന്ന ആൾക്കാർ വന്ന് എത്തുക എന്നൊക്കെ, നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ സാറിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക എന്നൊക്കെ, അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മറുനാടൻ മലയാളി നമ്മൾ ഷാജൻ എന്നാണ് പറയുന്നത്. അത് തന്നെ, ഷാജൻ എന്ന് പറഞ്ഞ് എത്രയോ ആൾക്കാരാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPM-കാരിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊരു നിമിഷമാണ്. എത്രയോ ആൾക്കാർ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് പോലും ഒരുപാട് ആൾക്കാർക്ക് മറുനാടൻ മലയാളിയെ CPM-കാർക്കും ഒക്കെ ഇഷ്ടമാണെന്ന് അറിയുന്നതിനകത്ത് ഭയങ്കര സന്തോഷം ഉണ്ടായത്. നമ്മൾ കൂടുതലും മുസ്ലിംസിന് തെരഞ്ഞു പിടിച്ച് നമ്മൾ ഇത് കൊടുത്തു. അതെ, സ്ത്രീകൾക്കും നമ്മൾ യങ്സ്റ്റേഴ്സിനൊക്കെ നമ്മൾ തെരഞ്ഞു പിടിച്ച് അല്ലേ നമ്മൾ ഇത് സർവേ ചെയ്തത്. ഞാൻ നോക്കിയിട്ട് നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ചായിരുന്നല്ലോ, ഈ ഏതെങ്കിലും ഏഷ്യാനെറ്റിൻ്റെയോ മാതൃഭൂമിയുടെയോ സൂര്യയുടെയോ ഏതെങ്കിലും ചാനൽസിൻ്റെ ഒരു സർവേക്ക് ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് മറുനാടൻ്റെ ഒരു സർവേ എന്നാണ് പറഞ്ഞത്. അതിപ്പം നമുക്കൊരു സന്തോഷമല്ലേ. നമ്മൾ അത്രയും ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. പണ്ട് വണ്ടിയിലൊക്കെ തണുപ്പത്തൊക്കെ ഇരുന്നിട്ട് ടിക്കറ്റ്, സാറ്റലൈറ്റുകാരൊക്കെ അവർ തന്നെ ടിക്കറ്റ് കൊടുത്ത് ഇതിൻ്റെ ഏകദേശ ബലം നിർണ്ണയിക്കുന്നൊരു സമ്പ്രദായമൊക്കെ അവർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൽ അപേക്ഷിച്ചിട്ട് നമ്മൾ പോയി ഓരോരുത്തരെ കണ്ടെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു അനുഭവമായിരുന്നു നമ്മുടെ. എന്തായാലും ഈ പറഞ്ഞ പോലെ നേരത്തെ ബിൻഷയ്ക്കൊക്കെ ഉണ്ടായ പോലെ തന്നെ ആരെങ്കിലും ചൂടാവുകയെല്ലാം ചെയ്തിട്ടുണ്ടോ? അയ്യോ, എൻ്റെ അടുത്ത് അങ്ങനെ ചൂടായിട്ടില്ല. ബിൻഷേനെ ഇങ്ങനെ നടന്ന് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ രസകരമായ അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രണവൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതോ പള്ളിയിൽ പോയി അവസാനം നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാലൊക്കെ പൊട്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് കാലിലിട്ടിട്ടൊക്കെയുള്ള നടപ്പ്. ഞാൻ വിചാരിച്ചു എന്തോന്നറിയാമോ, ഇത് പിന്നെന്താ പ്രണവിന് മാത്രമേ ഉള്ളായിരുന്നെന്ന്. അവസാനം അറിഞ്ഞപ്പോഴല്ലേ എനിക്കുണ്ട്, ബിൻഷയ്ക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്രയും ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് നമ്മൾ എടുത്തത്. പക്ഷെ നമ്മൾ അത്രയും ജെന്യൂനായിട്ട് നമ്മളത് എടുത്തത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള. എങ്ങനെയായിരുന്നു ഈ ആളുകളുടെ ഒരു ഏറ്റവും കൂടുതൽ നന്നായിട്ട് എടുക്കാൻ പറ്റിയ ഏത് മണ്ഡലത്തിലാണ്? പ്രത്യേകിച്ച് പറയണം, ആ തൃത്താലയിലെ ഓട്ടോ ഡ്രൈവേഴ്സ്. ഒരു തൃത്താല എന്ന് പറഞ്ഞപ്പോഴുള്ള എന്താണെന്നറിയാമോ, അവിടുത്തെ ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും നമ്മളെടുത്ത് വന്ന് പ്രതികരിക്കാനായിട്ട് അവർക്ക് ഭയങ്കര, നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് ചോദിക്കണം, നമ്മൾ മാറി നിൽക്കണം. ഇത് ഇവർക്കൊരു ആവേശമാണ്. അവിടുത്തെ ഭയങ്കര ഒരു ഇലക്ഷനായിരിക്കും, അവിടുത്തെ ഒരു വോട്ട് ഭയങ്കരമായിരിക്കും, അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് അത് മാത്രമോ
ചായ കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ എത്രയോ പേരാണ് നമ്മളെ വിളിച്ചത്. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതല്ലേ, മറക്കാൻ പറ്റത്തില്ല. തൃത്താല എന്ന് പറയുന്ന മണ്ഡലമല്ലേ, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ട്. നമ്മുടെ നമ്പറൊക്കെ മേടിച്ച് ഈ വീഡിയോ വരുമ്പോൾ അയച്ചു കൊടുക്കണേന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു. തൃത്താലയാണ് മറക്കാൻ പറ്റാത്തൊരു മണ്ഡലം ഇതിനകത്ത്. ഭാഗമായി മാറിയില്ല. പിന്നെ ഭയങ്കര സന്തോഷം. ഞാൻ 3ാമത്തെ സർവേ ആണ് മറുനാടൻ മലയാളിയുടെ. അപ്പം ഇനിയിപ്പോൾ അടുത്ത ഒരു സർവേ വരാനായിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും എനിക്കുണ്ടായ അനുഭവം കൂടി ഒന്ന് പറഞ്ഞുതരാം. ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറുനാടൻ മലയാളി എന്ന ചാനൽ കാണാത്ത ആരുമില്ല എന്നുള്ളത്. സാധാരണക്കാരുൾപ്പെടെ ഉള്ളവർ മറുനാടൻ മലയാളി കാണുന്നുണ്ട്, അതിലെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അത് വിലയിരുത്തുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ താഴേക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്തായാലും നമുക്ക് കൃത്യമായി മനസ്സിലാകുമായിരുന്നു. ഓട്ടോക്കാരാണെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ വോട്ടിങ്ങിൽ കൂടുതലും നമ്മൾ യുവാക്കളെയും യുവതികളെയും പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിൽ മുസ്ലിം മതസ്ഥരായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തി ഞങ്ങൾ കൂടുതൽ സർവേ എടുത്തിട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ വോട്ട് നിഷ്പക്ഷമായിരിക്കും, അതൊരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകില്ലായിരുന്നു. അത്തരത്തിൽ അവർക്കൊന്നും യാതൊരു മടിയില്ലായിരുന്നു ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് രേഖപ്പെടുത്തി തരാനൊക്കെ. ചാവക്കാടൊക്കെ ചെല്ലുമ്പോഴൊക്കെ അവർക്കൊന്നും യാതൊരു മടിയില്ല. എല്ലാവരും ഈ അവരുടെ അഭിപ്രായം എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് കാത്തിരുന്ന പോലെയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ ഈ ഫോമുകൾ വാങ്ങി അത് ഫില്ല് ചെയ്ത് ഞങ്ങളുടെ ബോക്സിലേക്ക് ഇട്ടത്. ഇതിനിടയ്ക്ക് പ്രണവിനൊക്കെ ഉണ്ടായ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ബോക്സ് മാർട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മച്ചി 100 രൂപ അതിനകത്തേക്ക് ഇടാൻ തുടങ്ങി. അത് ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്നതാണോ എന്നൊക്കെ ആലോചിച്ചാണെന്ന് തോന്നും. അതുപോലെ ഈ പറയുന്ന ഇസ്ലാം മതവിശ്വാസികൾ എല്ലാവരും വലിയ സഹകരണത്തോടെയും ആണ് ഞങ്ങളോട് ഇടപെട്ടത്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ച് തൃത്താലയിലെ വോട്ടർമാരുമൊക്കെ ഞങ്ങളോട് വലിയ സഹകരണമായിരുന്നു. എന്തായാലും താഴേക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് ഒരു പ്ലേസ് കിട്ടിയാൽ, അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും പ്രതികരിക്കാനൊരു വേദി കിട്ടിയാൽ അവർ ഉറപ്പായും അവരുടെ പ്രതികരണം അവർ പൊതുസമൂഹത്തോട് പറയും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കിടയിലേക്ക് ഇനിയും മറുനാടൻ ഇത്തരം സർവേകളുമായും അല്ലെങ്കിൽ ഇത്തരം സാമൂഹിക വിഷയങ്ങളുമായിട്ടുമൊക്കെ ഇറങ്ങിച്ചെല്ലും. എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഈ ഞങ്ങളുടെ സർവേ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിൽ ഞങ്ങളുടെ ഒപ്പം ഒരുപാട് ഞങ്ങളുടെ മറ്റ് ജീവനക്കാരും ഉണ്ടായിരുന്നു, പല ജില്ലകളിലും ഉണ്ടായിരുന്നു. അവരും എല്ലാം ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര വിജയകരമായി ഈ ഒരു സർവേ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്.